ചിലവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഗൈസ് ഇന്ന് വണ്ടീൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വന്ന സംഭവം അന്നത്തെ വീഡിയോ ന്യൂസ് കൂട്ടർന്ന് പറഞ്ഞിട്ട് വീഡിയോ പാളിപ്പോയല്ലോ. 4 മിനിറ്റ് വരെ എന്നെ കാണുന്നുള്ളൂ. 4 മിനിറ്റിന് ശേഷം എന്നെ കാണുന്നില്ല, എൻ്റെ സൗണ്ട് മാത്രമേ ഞാൻ കാണിച്ചു തന്നൊന്നായിട്ട് കാണും. ഞാൻ മെയിനായിട്ട് എന്തെല്ലോ കാണിച്ചു തന്നെ അടുത്ത്. ഓക്കെ ഗൈസ്, അന്നേരം ഞാൻ അതുകൊണ്ട് ചെയ്യാൻ വിചാരിച്ചു. അയ്യോ ഗൈസ്, അന്ന് വന്ന സ്ഥലത്ത് തന്നെ വന്നിട്ടുള്ള കേട്ടാ. ഓ ഗൈസ്, ഇന്നെന്തോ ഭാഗ്യം മഴയില്ല, നല്ല ഒരുമാതിരി വെയിൽ. ഓക്കെ ഗൈസ്, ഞാൻ വണ്ടീനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. സത്യത്തിൽ അന്ന് ആയിട്ടില്ല, അന്ന് ഫ്ലോപ്പായതിനെ തുടർന്ന് എനിക്ക് വീഡിയോ പിന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. പനിയായി, പിന്നെ പോപ്പ് ഡ്രോപ്പിൻ്റെ റിലീസ് എല്ലാം എടുത്തായതുകൊണ്ട് ഗൈസ് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല വ്ളോഗ്. ഗൈസ് എന്തായാലും ഇന്ന് പോപ്പ് ഡ്രോപ്പ് റിലീസ് ചെയ്ത് ഗൈസ് അവർ കേട്ടെന്ന് വിചാരിക്കുന്നു. എത്ര വ്യൂസ് കയറിയെന്ന് ഞാൻ നോക്കിയിട്ടില്ല, സ്റ്റുഡിയോ പോയിട്ടില്ല ഗൈസ്. എന്തായാലും പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോപ്പ് ഡ്രോപ്പിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അടുത്ത സോങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ ഫ്രം ലാസ്റ്റ് സോങ്. അത് കഴിഞ്ഞാൽ പിന്നെ സോങ് ചെയ്യുന്നില്ല, നിലവിൽ ചെയ്യുന്നില്ല. ഇനി ചെയ്താൽ ചെയ്ത്. ഓക്കെ ഗൈസ്, ഇന്ന് നമുക്ക് വണ്ടീൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുക ഗൈസ്. ഓക്കെ, വണ്ടീനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾ കണ്ടത് തന്നെയല്ലേ. ഓക്കെ, ആദ്യം വണ്ടി എത്ര കിലോമീറ്റർ ഓടിയെന്ന് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. 421 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പുതിയ ഹെൽമെറ്റ് വാങ്ങി, അതൊരു വീഡിയോ കാണിച്ചെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും വണ്ടി EVA ZL9 എന്ന് പറഞ്ഞ മോഡലാണ്. ഞാൻ ഒന്നും കൂടി പറയുന്നു, ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞിന് ഗൈസ്, എന്നാലും ഞാൻ ഒന്നും കൂടി പറയുന്നേ ഉള്ളൂ. വീഡിയോ ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്ര 4 മിനിറ്റ് ആയിട്ട് എന്നെ കാണുന്നുള്ളൂ, 10 മിനിറ്റ് ഉണ്ടായിന് വീഡിയോ. ഓക്കെ, പിന്നെ ഈ സാധനം ഇളകിപ്പോയി. ഇവൻ്റെ ഈൻ്റെ മേലെ ഒരു സാധനമില്ലേ, അത് ഇളകിപ്പോയി. അങ്ങനെ കുറച്ച് ബാഡായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. അന്നത്തെ ഒന്ന് വാങ്ങി വേടായതുകൊണ്ട് ബാഡുള്ളതൊന്നും പറയാൻ പറ്റിയില്ല. ഓക്കെ, ഒന്ന് ഇങ്ങനത്തെ പ്രശ്നം. പിന്നെ അറിയാം, ആദ്യം തന്നെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഫ്രണ്ട് ബ്രേക്ക് അല്ല, ബാക്ക് ബ്രേക്കിൽ കാര്യത്തിലാണ് എനിക്ക് ചെറിയൊരു പ്രശ്നമുള്ളത്. ബാക്ക് ബ്രേക്കിൻ്റെ പാഡ് ചെറുതായിട്ട് തയ്ഞ്ഞിട്ടുണ്ടോ ഒരു സംശയമുണ്ട് ഗൈസ്. അന്നേരം അത് ഒന്നാമത്തെ ഒരു പ്രശ്നമാണ്. അന്നേരം സർവീസ് ഈ മാസമാണ് ഗൈസ്, സർവീസ് ആവാനായി. ഈ 17-ാം തീയതി ആയിട്ടാണ് തോന്നുന്നു സർവീസ്, ഓഗസ്റ്റ് 17. അന്നേരം മെയിനായിട്ട് ആ കാര്യങ്ങൾ പറയണം. ബ്രേക്ക് പാഡ് തയ്ഞ്ഞിട്ടുണ്ട്. പിന്നെന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ഓണാക്കി കാണിച്ചു തരാം. ഇൻഡിക്കേറ്റർ ഇപ്പം റൈറ്റ് സൈഡിലത്തെ ഇൻഡിക്കേറ്റർ വർക്കിങ്ങാണ്. ഒച്ച വെക്കുന്നുണ്ടല്ലോ, ഇവിടെ കാണുന്നുണ്ടോ? വർക്കിങ്ങാ. പക്ഷെ ലെഫ്റ്റ് വർക്കിംഗ് അല്ല. എന്തുകൊണ്ടാണ് വർക്കിംഗ് അല്ലാത്തതെന്ന് വെച്ചാൽ വെള്ളം കയറിയിട്ട് ഗൈസ്. മഴയത്ത് വണ്ടി പാർക്ക് ചെയ്താൽ ഈ റൂട്ട് വെള്ളം കയറിയിട്ട് ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലത്തെ ഇടയ്ക്കിടയ്ക്ക് വർക്കിംഗ് ആണേ. ഇപ്പോൾ ഒച്ചയുണ്ടായിന്, ഇപ്പോൾ ഒച്ചയില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അന്നേരം അത് ഒരു സംഭവം. പിന്നെ ഫോണ് വർക്കിംഗ് ആണ്, പക്ഷേ വർക്ക് ചെയ്യാണ്ടല്ല, ഇത് ചിടക്ക് ഇപ്പം ഞാൻ ഓൺ അടിച്ചാൽ എടുത്ത് തന്നെ നിൽക്കും, ഇതാവില്ല, റിലീസാവില്ല. അങ്ങനത്തെ ഒരു ചെറിയ സീനുണ്ട്. അതും വെള്ളം കയറിയിട്ടാണ് ഞാൻ സർവീസ് സെൻറ്ററിൽ വിളിച്ചെടുത്ത് പറഞ്ഞ് സർവീസിന് പോയിട്ടാകുമ്പോൾ അതെല്ലാം ഒന്ന് പറഞ്ഞ് സെറ്റാക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ പ്രശ്നമുണ്ടോ? വേറെ പ്രശ്നമൊന്നുമില്ല ഗൈസ്, ഇതൊക്കെയാണ് പ്രശ്നം. പിന്നെ ഫുഡ് റെസ്റ്റിൻ്റെ കാര്യം ഗൈസ്, വേറെ പ്രശ്നം ഉണ്ട്. ഫുഡ് റെസ്റ്റ് ഇവിടെ സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, അതിന് അവർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. പക്ഷേ ഫുഡ് റെസ്റ്റ് പുറത്തുനിന്ന് വാങ്ങി വെക്കാൻ പറ്റുമോ ചോദിച്ചെടുത്ത് അവർ പറഞ്ഞു ഗൈസ് അങ്ങനെ വാങ്ങി വെക്കാൻ കഴിയില്ല. അവർ സർവീസ് സെൻറ്ററിൽ നിന്ന് അവരെന്നെ ഓർഡർ ചെയ്തിട്ട് വെക്കേണ്ടതാണ്. എന്നാലും അതിന് സർവീസ് ഉണ്ടാവും. അതായത് ഫുഡ് റെസ്റ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റുക അവർക്ക് തന്നെ ചെയ്ത് തരണമെങ്കിൽ അവർ തന്നെ വെക്കണം. അതുകൊണ്ട് സർവീസിന് പോയിട്ടാകുമ്പോൾ അതും സെറ്റാക്കണം. സർവീസിന് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുകയും ചെയ്യുക ഗൈസ്, ആർക്കും ഉപകാരപ്പെട്ടാലോ. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ബാഡായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നല്ല കാര്യങ്ങളിലേക്ക് കിടക്കാം. നല്ല കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ വണ്ടി ഇവർ പറഞ്ഞിരിക്കുന്ന സ്പീഡ് 35 സ്പീഡ്. പക്ഷേ നമുക്ക് 45-50 കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ ഡിസ്പ്ലേയിൽ 35 കാണിക്കുന്നുള്ളൂ. 35 മാക്സിമം ഡിസ്പ്ലേയിൽ 35 കാണിക്കുക നമ്മൾ പോകുമ്പോൾ. അന്നേരമൊരു ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഒരു 50 കയറുന്നുണ്ട് ഗൈസ്. 50 സ്പീഡ് എന്തായാലും വണ്ടി 50 സ്പീഡ് പോകുന്നുണ്ട്. ഓക്കെയാണ്, അത് ഓക്കെയാണ്. പക്ഷേ 35 അവർ മാക്സിമം സ്പീഡ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ അങ്ങനെ കിട്ടുന്നുണ്ട്. ഞാൻ അടുത്ത് സെൻസർ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ സെൻസറിൽ ഇവിടെ 2 എന്നുള്ളത്. വണ്ടി എടുക്കുമ്പോൾ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 25 സ്പീഡാണ് മാക്സിമം ഡിസ്പ്ലേ കാണിക്കുക. ഇപ്പം സ്പീഡ് 0. ഇപ്പം വണ്ടി നിർത്തിയിട്ടുള്ളത്
ഒന്നാണെങ്കിൽ 25 കാണിക്കുക. ഗൈസ് 25 എന്ന് പറയുമ്പോൾ ഉരുട്ടിപ്പോണ്ട് വരും. അതുകൊണ്ട് ഞാൻ സെൻസർ കിട്ടിയത് 2 2 പൈസ കൂടുകയും ചെയ്തു. 88 ഒരു 1 എത്രയോ ആകുമ്പോൾ അത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കയറില്ല. പേപ്പറിലുണ്ട് ഗൈസ്, പേപ്പർ എവിടെയോ ചാടിയെന്ന് തോന്നുന്നു ഞാൻ. ഓക്കെ ഗൈസ്, അങ്ങനെ 2 35 ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പക്ഷേ 50 കയറുന്നുണ്ട്. അത് നല്ല കാര്യമാണ് ഗൈസ്. പക്ഷേ ഒന്നിലാണെങ്കിൽ നമുക്ക് 25 കിട്ടൂ. ഇപ്പം 2 35 കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് പോകുമ്പോൾ 50 കിട്ടുന്നുണ്ട്. പക്ഷെ ഒന്നിലാക്കിയാൽ 25 ഒരു 40 കിട്ടൂല. 25 തന്നെ സ്റ്റേ ആവും. അന്നേരം അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് 2 ആക്കിയോണ്ട് ഇപ്പം ആ സീനില്ല. ഇപ്പം നമുക്ക് 50 കിട്ടുന്നുണ്ട്. പിന്നെ എന്താ, നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം കിട്ടൂല. ബാഡായിട്ടുള്ള എല്ലാം പെട്ടെന്ന് കിട്ടും, നല്ല കാര്യം ഒന്നും കിട്ടൂല. പിന്നെ ഇവിടെയൊക്കെ ചെറിയ കലയൊക്കെ വന്നാൽ അത് പൂജ ചെയ്തെടുത്ത് ചന്ദന ഇതായതാ. എത്ര മഴ കൊണ്ട് എനിക്ക് ഈ കല പോയില്ല, കുറേ ഉണ്ട് കല. പിന്നെ ഇത്രയുള്ള കേസ്. പിന്നെ ഇത് രജിസ്റ്റർ അല്ല, വണ്ടി രജിസ്റ്റർ വണ്ടിയല്ല, ഇതാണ് ഇവരെ കമ്പനീൻ്റെ പേരുണ്ട്. ഓക്കെ കേസ്. ഇപ്പം പിന്നെ വേറൊരു കാര്യം പറയാം. ഇപ്പം 2 നടക്കുന്നത്. ഇത് 3 ആക്കുന്നതാണെങ്കിൽ വണ്ടി രജിസ്റ്റർ ആവും. ഇത് 3 ആക്കുന്നതെങ്കിൽ രജിസ്റ്റർ ആവും. അതേപോലെ തന്നെ ലൈസൻസും വേണം. 3 ആക്കുന്നതാണെങ്കിൽ 3 ആക്കി 90 സ്പീഡ് കിട്ടും. ഡിസ്പ്ലേയിൽ 90 കാണിക്കുന്ന പറഞ്ഞാൽ ഇത് എത്ര കിട്ടുമെന്നറിയില്ല. 1 2 ലൈസൻസ് വേണ്ട. അതുകൊണ്ട് മാക്സിമം 2 ഇട്ടിട്ടുണ്ട്. സെൻസർ കെട്ടിയുമ്പം അത്യാവശ്യം 30,000 എത്രയോ കൊടുത്തു. സെറ്റാണ്. പിന്നെയെന്ന് പറയുന്നത് ഗൈസ്, ഇവിടെ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അധികം നമുക്ക് കിട്ടുന്നൊന്നുമില്ല. സസ്പെൻഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എനിക്ക് ഭയങ്കര സസ്പെൻഷനാണ്. എനിക്ക് ഞാൻ ഒരു ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴിയിലേക്ക് വീച്ച് എൻ്റെ ആകുമ്പോൾ ഞാൻ ഈ വണ്ടി ഇത് മേലേക്ക് ഒരു തെറിക്ക് തെറിച്ചിന്. വലിയ സസ്പെൻഷനൊന്നും കിട്ടുന്നില്ല കേസ്. അത് എന്ത് കംപ്ലൈൻ്റ് ആണെന്നും അറിയില്ല. അത് സർവീസ് സെൻ്ററിൽ പോയി പറയണം. ഇതാണ് കേസ് വണ്ടിയുടെ ബാറ്ററി. ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം ആവാനായി. ഞാൻ 2 ആഴ്ച മുമ്പ് ബാറ്ററിയുടെ കണ്ടേ. ഇതിനെ അടിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് കേസ്. ഇത് ഫുൾ മണ്ണാണ്. ഇത് എന്താ ഈ തുരുമ്പല്ലേ കേസ്? ഈ തുരുമ്പ് പിടിച്ചല്ല, മണ്ണാണിത്. കണ്ട എത്ര മണ്ണുകൊണ്ട് അറിയാതാ, മണ്ണായത് ഫുൾ മണ്ണാ. ഈ തുരുമ്പൊന്നല്ല, മണ്ണാണ്. ഓക്കെ. പിന്നെ ഇതാണ് ബാറ്ററി അടി വരുന്നത്. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ. എനിക്ക് വണ്ടീനെ പറ്റി ഇതിൻ്റെ മെക്കാനിക്കൽ പരിപാടി ഒന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. ഓക്കെ, വണ്ടി അതൊക്കെയാണ്. ഡിക്കി സ്പേസ് ഞാൻ കാണിച്ചെന്നില്ല, കാണിക്കാം. ഡിക്കി സ്പേസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതെന്നാണെന്ന് അറിയാം. ഇതും തുരുമ്പല്ല, ഇത് ഇത് ചളിയാണ്. ഞാൻ വണ്ടി സ്പീഡിൽ ഓടുമ്പോൾ ഈ സാധനത്തിലൂടെ ചളി ഇങ്ങോട്ടേക്ക് തെറിക്കുന്നുണ്ട്. നേരെ ഇവിടെ സീറ്റിൻ്റെ അടിയിൽ ഇത് കൊളുത്ത് ലോക്കാന്ന് തോന്നുന്നു, ലോക്കിലേക്ക് വന്ന് അടിക്കും. അങ്ങനെ ഒലിച്ചിറങ്ങിയതാട്ടെ. ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. 2-3 ദിവസമായി ക്ലീൻ ചെയ്തിട്ടതാ. ഞാൻ എപ്പോൾ രാത്രി ക്ലീൻ ചെയ്യലുണ്ട്. അഥവാ ചളിയിലോട്ടായിട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രം. ഗൈസ്, ഡിക്കി സ്പേസ് ഇതാണ്. അധികം ഡിക്കി സ്പേസ് ഇല്ല ഗൈസ്. ഇത് ബാറ്ററി ഓൺ ഓഫ് ചെയ്യേണ്ടത്. ഇതിനാണ് എപ്പോൾ ഓണിൽ തന്നെ വെക്കല, ഓഫ് ചെയ്യില്ല ഗൈസ്. അഥവാ എന്തെങ്കിലും നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലെങ്കിൽ മാത്രം ഓഫാക്കിയിട്ട് ഓണാക്കാനാണ് പറഞ്ഞത്. അങ്ങനത്തെ ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല. ഇവിടുത്തെ സ്ക്രൂ പറ്റിച്ച് 2 സ്ക്രൂ കാണുന്നില്ല കേട്ടോ ഇവിടുത്തെ. ഗൈസ്, ഇത് ഇവൻ്റെ ഒരു ബുക്കുണ്ട്. ഇത് EV എന്ന് ഇതിനകത്ത് എഴുതില്ല, പക്ഷേ EV എന്നാണ് പറയുക. ഓക്കെ. ഇത് സർവീസിന് പോകുമ്പോൾ എടുക്കാൻ പറഞ്ഞു. അത് ഞാൻ എടുത്ത് തന്നെ വെച്ചത്. അഥവാ ഞാൻ എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനുണ്ടാവും. അതുകൊണ്ട് വണ്ടി തന്നെ വെച്ചത്. ചാർജറിനും വീട്ടിൽ തന്നെ ഉള്ളത്. ചാർജർ ഓഫ് ചളിയായി. ചാർജറിനെ ഇപ്പോൾ എടുക്കില്ല, വണ്ടിയിൽ വെക്കില്ല. ഓക്കെ, അതാണ് ഡിക്കി സ്പേസിൻ്റെ കാര്യം പറഞ്ഞാൽ. അത്ര ഹെൽമെറ്റൊന്നും വെക്കാൻ കഴിയില്ല കേസ്. അങ്ങനത്തെ ഒരു സീനുണ്ട്. അത് എന്തെങ്കിലും ഞാനിപ്പോൾ സാധാരണ വാങ്ങാൻ പോയി സാധാരണ വെക്കാം. പക്ഷേ ഈ ഹെൽമെറ്റ് ഇതിനകത്ത് വെക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സീനുണ്ട് കേസ്. ഹെൽമെറ്റ് നൈസ് ഹെൽമെറ്റ് കേട്ടോ. കുറേ നോക്കി എടുത്തു. ഞാനും ചെങ്ങയും കൂടി പോയി എടുത്തോ. എർഗോ നൈസാണ് കേസ്. ഇതിന് 1150 ഹെൽമെറ്റിന്. അന്നേരം നൈസാണ് കേസ്, നൈസ് ഹെൽമെറ്റാണ്. ഇത് മറ്റേ സാധനമുണ്ട്. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തന്നില്ലേ മുമ്പ്, ഒരു മാസം മുമ്പ്. അയ്യോ, ഇതെങ്ങനെയാണ്? ഇത് ഒരു മിനിറ്റ് ഗൈസ്. ഇതന്നെ ഗൈസ്, നമ്മളെ കണ്ണിന് സുരക്ഷയ്ക്ക് വേണ്ടി. സുരക്ഷയൊന്നുമില്ല, ഇതിട്ട് കാണൂലേ. അങ്ങനത്തെ ഒരു സീനുണ്ട്. നൈസാ ഗൈസ്. അതൊക്കെയാണ് വണ്ടീനെ കുറിച്ച് പറയാനുള്ളത് ഗൈസ്. 1.5 മഴ വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു മഴക്കോളൊക്കെ കാണുന്നുണ്ട്. വെയിലൊക്കെ പോയി അന്നേരം നേരെ വീട്ടിലേക്ക് വിട്ടിട്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നല്ലൊരു വ്ളോഗോ എന്തെങ്കിലുമായിട്ട് വരാം ഗൈസ്. ഫെറാറി ഫ്രം സെപ്റ്റംബർ റിലീസാണ് കേട്ടോ. ഫെറാറി ഫ്രം
മുമ്പേ വർക്കെല്ലാം കഴിഞ്ഞതാ. ഇനി ചെറിയൊരു എഡിറ്റും പരിപാടിയേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അത് വേഗം റിലീസ് ഉണ്ടാവും. ചിലപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് റിലീസ് ഉണ്ടാവാം. ഗൈസ് തിയേറ്ററിൻ്റെ വീഡിയോസൊന്നും എന്തുകൊണ്ടില്ലാത്ത വെച്ചാൽ മഴ കാരണം ഗൈസ് ഷൂട്ട് നടക്കുന്നില്ല, പകുതിയായിട്ടുള്ള. ധർമ്മശാല ഗൈസ് ധർമ്മശാലയിൽ നിന്ന് നേരെ ഇങ്ങനെ പോയി മറ്റേ വിസ്മയ എത്തണ്ട ഗൈസ്. വിസ്മയ എത്തുന്നതിന് മുമ്പ് ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ഇരുട്ടറിൻ്റെ വീഡിയോസൊന്ന്. അത് പകുതിക്കായിട്ടുള്ള ഇപ്പം മഴ കുറവുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യണം. ഇന്ന് മഴയില്ല, പക്ഷേ ഇന്നെന്തായാലും ഷൂട്ട് എല്ലാവരും ഇല്ല, ഞാൻ മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ ഗൈസ്. അതാ ഓക്കെ. ഇരുട്ടറൊക്കെ വരും, ഇരുട്ടറിൻ്റെ വീഡിയോസൊക്കെ വരും. പിന്നെ വേറെ റിഫ്രമുണ്ട്, അതെല്ലാം മെല്ലനെ വരും ഗൈസ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഗൈസ് ഞാൻ ആ വീഡിയോ പറഞ്ഞത്. ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ കാണിച്ചത് ഈ വീഡിയോക്ക് അങ്ങനെ ആവില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആ വീഡിയോയിലും കാണിച്ചത് തന്നെ, പക്ഷെ ഒന്നുമില്ല. 4 മിനിറ്റ് വരെ എന്നെ കാണുന്നില്ല, 4 മിനിറ്റിന് ശേഷം എന്നെ കാണുന്നില്ല. എൻ്റെ കൊണ ശബ്ദം കേൾക്കുന്നുണ്ട്, വേറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഗൈസ് ബൈ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. മഴ പൊടിഞ്ഞ് ഗൈസ്, സ്പോട്ടായ മഴ പൊടിഞ്ഞ്.